പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായി കനത്താൻ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈയുയർത്തി അവരെ കഠിനമായി സൂക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യതയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പുറകിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക. സ്നേഹമുള്ളവരെ, ഈ ഒരു അധ്യായം നമ്മൾ ഇന്ന് വായിച്ചത് ദൈവം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയോട് എത്രമാത്രം സ്നേഹമാണ് കാണിച്ചത്. അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചപ്പോഴും അത് തിരിച്ചറിയുവാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോശയെയും അഹ്റോനെയും കർത്താവ് അതിനുവേണ്ടി നിയോഗിച്ചു. അവർ ഇസ്രായേൽ ജനതയുടെ അടുത്ത് പോയി എന്തിനു വേണ്ടിയാണ് തങ്ങളെ ദൈവം നിയമിച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടും അവർ അവനിൽ വിശ്വസിക്കുന്നില്ല. ഒരു തരത്തിലും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുവാനോ വിശ്വസിക്കുവാനോ തയ്യാറാകാതെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയായി അവർ മാറിയിരുന്നു. ഈ അടിമത്തം തങ്ങളെ അധികം ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി തങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന ഒരു മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോശ അവരോട് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും അവർ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത്, എന്നെ നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്നെല്ലാം മോശ അവരോട് പറഞ്ഞിട്ടും അത് അംഗീകരിക്കുവാൻ
അവർ തയ്യാറാകുന്നില്ല. അവർ ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും എന്നുള്ള കർത്താവിൻ്റെ ആ അറിയിപ്പ് നിരസിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുക. ഇതെല്ലാം ഇപ്രകാരം സംഭവിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് താൻ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മോശയോട് പറയുമ്പോൾ മോശ അവസാന സഹികെട്ട് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത പോലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈജിപ്തിലെ രാജാവായ ഫറവോ എന്നെ വിശ്വസിക്കുക? അവരുടെ അടുക്കൽ പോയി ഇതെല്ലാം പറയുവാൻ നീ എന്നോട് കൽപ്പിക്കുമ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നീ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത പോലും എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ പരിശ്രമിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഫറവോയുടെ അടുത്ത് പോയി ഈ കാര്യം അറിയിക്കുക? പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ഈ ഒരു അവസ്ഥയിലും ഇസ്രായേൽ ജനതയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല. മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പോലും കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഇവരെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക? അവൻ്റെ നിസ്സഹായ അവസ്ഥയെല്ലാം തുറന്നു കാണിക്കുമ്പോഴും ദൈവം അവനെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനതയെ മോചിപ്പിക്കുവാൻ കർത്താവ് തീരുമാനമെടുത്തപ്പോൾ അവർ കർത്താവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, മറിച്ച് ആ ഒരു അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ യേശുവിൻ്റെ സന്നിധിയിൽ, അവർ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ മനം ഉയർത്തുവാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും നമുക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും അത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നമ്മുടെ മനം കർത്താവിലേക്ക് ഉയർത്തുവാൻ പരിശ്രമിക്കാതെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിൽ നിരാശയിൽ കഴിയുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചതും അതാണ്. അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരു മോചനം തങ്ങൾക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മോശയുടെ വാക്കുകൾ കേട്ടിട്ടും അവർക്കൊന്നും തോന്നാതിരുന്നത്. മോശ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് താൻ കടന്നു വന്നത്. അവസാനമാണ് കർത്താവ് അവനോട് പറയുന്നത്, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം മോശയും അഹ്റോനെയും തിരഞ്ഞെടുത്തത് തൻ്റെ ജനതയോടുള്ള അമിതമായ സ്നേഹത്താലാണ്. ദൈവത്തിൽ നിന്നും നിരന്തരം അകന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ജനത. എന്നാൽ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത ആ വാഗ്ദാനത്തെ പ്രതി അവരെ ഉപേക്ഷിച്ച് കളയുവാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു എന്ന് കർത്താവ് പറയുമ്പോൾ അവരോട് ചെയ്ത ആ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ മഹാമാരി കഴിയുമ്പോൾ അല്പസമയം കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ഫറവോയുടെ മനസ്സൊന്ന് മാറുവാൻ. അവരെ മുഴുവനായിട്ട് നശിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ഈ മഹാമാരികളെല്ലാം കാണുമ്പോൾ അവർ മനസ്സിലാക്കും തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിൽ ദൈവം എന്താണ് ചെയ്തത്? അല്പസമയം അനുവദിച്ചു കൊടുക്കും. ആദ്യമെല്ലാം മനസ്സ് മാറുന്ന ഫറവോ അവരെ വിട്ടയക്കുവാൻ തയ്യാറാകും. പക്ഷെ പിന്നെയും മനസ്സ് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറും. മനസ്സലിയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സ് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഫറവോ വീണ്ടും വീണ്ടും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ തവണയും ഇത് നേരിടുവാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും ഇവരിൽ നിന്നും മോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അവരെ പറഞ്ഞയക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഓരോ തവണയും മനസ്സ് മാറ്റി വീണ്ടും അവരെ അവിടെ തന്നെ അടിമത്തത്തിൽ കഴിയുവാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. പക്ഷെ വീണ്ടും ദൈവം ഇടപെട്ടു. ഓരോ തവണയും അവൻ്റെ മനസ്സ് മാറി വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. അങ്ങനെ അവസാനം സഹിക്കേറ്റപ്പോൾ ഇനി രക്ഷയില്ല എന്ന ബോധ്യത്തിലാണ് ഫറവോ ഇസ്രായേൽ ജനതയെ പറഞ്ഞയക്കുക. ആ പറഞ്ഞയച്ചതിന് ശേഷവും പിന്നീട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന ചിന്തയിൽ
അവ വീണ്ടും അവർ പിടിച്ചു കെട്ടുവാൻ വേണ്ടി എല്ലാ സൈന്യവുമായിട്ട് പുറകെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവസാനം ചെങ്കടലിൽ അവസാനിക്കുന്ന തലത്തിലേക്ക് അവരുടെ എല്ലാം ജീവിതം മാറി. പക്ഷെ അവിടെയും കർത്താവിൻ്റെ കരുണ എത്ര വലുതായിരുന്നു എന്നുള്ളതാണ്. ഈ അവസരങ്ങളെല്ലാം നൽകിയപ്പോഴും കർത്താവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അവരെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവർക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ, അതുപോലെ നല്ലൊരു മനസ്താപത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ എല്ലാം നൽകിക്കൊണ്ടിരുന്നു. അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും അവർ ഇസ്രായേൽ ജനതയെ ഞെരുക്കുവാനാണ് പരിശ്രമിച്ചത്. അവിടെ ഇസ്രായേൽ ജനത മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം, തങ്ങളുടെ ദൈവം തങ്ങളെ എത്രമാത്രം കരുതുന്നു എന്നുള്ളതാണ്. മരുഭൂമിയിലൂടെ ഉള്ള യാത്രയിലൂടെ നീളം സംരക്ഷണമായിട്ട് കർത്താവ് മാറുന്നുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ സമയങ്ങളിൽ ഭക്ഷണം നൽകിക്കൊണ്ടും, വെള്ളം ആവശ്യമുള്ള സമയങ്ങളിൽ വെള്ളം നൽകിക്കൊണ്ടും എല്ലാം അവരുടെ ആവശ്യങ്ങൾ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് അവിടേക്ക് കാണുവാൻ സാധിക്കും. ഓരോ തവണയും ഇതിന് പ്രതിഫലമായി ഇസ്രായേൽ ജനതയിൽ നിന്ന് കടന്നു വന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരസിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സ്നേഹം അംഗീകരിക്കാതെ പോയ പ്രവൃത്തികൾ, ദൈവത്തെ പാടെ മറന്നു പോകുന്ന ഒരു പ്രവൃത്തി, അതെല്ലാം അവരിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അവരെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട മോശയും അഹ്റോനെയും കാണാതെ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും കടന്നു വന്ന പ്രതികരണങ്ങൾ, അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകിയ കർത്താവിനെ പോലും നിന്ദിക്കുന്ന തരത്തിലുള്ള സംസാരം, എന്തിനാണ് ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മോശയോടും അഹ്റോനോടും പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനത. ഞങ്ങൾ അന്ന് അടിമത്തത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ സൂക്ഷ്മമായി ഭക്ഷിക്കുവാനുണ്ടായിരുന്നു എന്ന് പരാതി പറയുന്നവർ. പക്ഷെ അവർ തിരിച്ചറിയാതെ പോയത് ആ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമാണ്. ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. മറിച്ച് നിരന്തരം ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ അവർ പരിശ്രമിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ ഒരു മനോഭാവമാണോ നമ്മളെല്ലാവരും പുലർത്തുന്നത്? നിരന്തരം ദൈവം അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടും അത് തിരിച്ചറിയാതെ ദൈവത്തെ പഴിച്ചവരായിരുന്നു അവർ. ആ ഒരു രീതിയാണ് നമ്മളും പിന്തുടരുന്നത്. നിരന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അത് എല്ലാം തിരിച്ചറിഞ്ഞിട്ടും കർത്താവിനെ പഴിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വന്നപ്പോൾ അത് അംഗീകരിക്കുവാൻ സാധിക്കാതെ ദൈവത്തെ പഴിച്ച ഒരു വ്യക്തിയാണോ ഞാൻ? അപ്രതീക്ഷിതമായ മരണങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന, ദൈവത്തിനെതിരെ പരാതി പറയുന്ന ഒരു മനോഭാവമായിരുന്നോ ഞാൻ പുലർത്തിയിരുന്നത്? എങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കാനുള്ള ഒരവസരമാണിത്. കർത്താവിൻ്റെ സന്നിധി മാപ്പിട്ടെന്നുകൊണ്ട്, കർത്താവേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയതെല്ലാം എന്നോട് ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവരായ തവരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവിനകത്ത് പോയിട്ടും കർത്താവ് അയച്ചവരിൽ വിശ്വാസം അർപ്പിക്കാതിരുന്നിട്ടും ഇസ്രായേൽ ജനതയോട് ദൈവം കരുണ കാണിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒത്തിരിയേറെ തവണ കരുണ കാണിച്ചിട്ടുണ്ട്. ആ കരുണാമയനായ ദൈവത്തിൻ്റെ സന്നിധി നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവെ, തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ